കുവൈറ്റിൽ നിന്നും ഒരു വേദനിപ്പിക്കുന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇറാൻ ആക്രമണത്തിൽ അതിന്റെ ഭാഗമായി കുവൈറ്റിൽ 11കാരി മരിച്ചു എന്നുള്ളൊരു വിവരമാണ്. അപ്പോൾ ആ ചീളുകൾ ശരീരത്തിൽ പതിച്ചുണ്ടായ അപകടമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവും ഇപ്പോൾ അറിയിക്കുന്നത്. കുടുംബത്തിലെ 4 പേർ ചികിത്സയിലാണ് എന്നും കൂടി അറിയുന്നുണ്ട്. കുവൈറ്റിലാണ് സംഭവം ഉണ്ടാകുന്നത്. ഇറാൻ ആക്രമണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു 11കാരി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അത് ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ ഡ്രോൺ ആക്രമണ ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. ആ തകർന്ന ഡ്രോണിന്റെ അവശിഷ്ടങ്ങളൊക്കെ വീണായിരുന്നു ചെറിയ തീപിടുത്തം ഉണ്ടായത്. ആർക്കും പരിക്കില്ല എന്നുൾപ്പെടെ ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ആ വാർത്തയാണ് ഇന്നത്തെ ദിവസം ആദ്യം GCC രാജ്യത്തിൽ നിന്നും നമ്മൾ സംസാരിച്ചത്. പക്ഷെ അതിനിടയിലാണ് ഇതാ ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് കൂടി ഒരു വിവരം വരുന്നത്. ആക്രമണത്തിന്റെ ഭാഗമായി 11 വയസ്സുകാരിയാണ് മരിച്ചത് എന്നാണ് അറിയുന്നത്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, ഈ ഇറാന്റെ ആക്രമണം അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു പോകുമ്പോഴും ഐവനെ കുറിച്ചൊക്കെ സംസാരിച്ച ഒരു ആശ്വാസം ഉടൻ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു പോകുമ്പോഴുമാണ് ഒരു 11കാരിയുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സുരേഷിന്റെ ഓഡിയോയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മ്യൂട്ടൊന്ന് മാറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കുവൈറ്റിൽ ഒരു വീടിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഡ്രോൺ പതിച്ച് ആ ഡ്രോണിൽ നിന്നുമുള്ള ചീളുകളൊക്കെ തെറിച്ചാണ് 11 വയസ്സുള്ള കുട്ടി മരിച്ചതെന്നാണ് കുവൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വദേശി കുട്ടിയല്ല മരിച്ചത്. പ്രവാസികളുടെ മറ്റു വിദേശ രാജ്യത്ത് നിന്നുമുള്ള കുടുംബം താമസിച്ചിരുന്ന വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതിൽ ഒരു കുട്ടി മരിച്ചു. ആ കുടുംബത്തിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഏതായാലും ഇത് കുവൈറ്റിൽ ഇന്നലെ ശാന്തമായിരുന്നു. ഇന്നലെ പകൽ മുഴുവൻ ശാന്തമായിരുന്നു. രാത്രിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. കാരണം മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊന്നും ആക്രമണം ഉണ്ടായിട്ടുമില്ല. മറ്റേതെങ്കിലും ലക്ഷ്യം വെച്ച് വന്നിരുന്ന ഡ്രോൺ ഒരുപക്ഷെ ആ ലക്ഷ്യം പിഴച്ച് വീണതായിരിക്കാം എന്നുള്ളതാണ് വിലയിരുത്തൽ. ഏതായാലും സ്ഥലത്ത് സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നും കുവൈറ്റ് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വിശദീകരണവും. അതോടൊപ്പം തന്നെ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാൻ പൂർണ്ണ സജ്ജമാണെന്നും 24 മണിക്കൂറും സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഖത്തർ ഇന്ത്യൻ എംബസി അറിയിക്കുന്നുണ്ട്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിലെ അംബാസിഡർ പരിമിത ത്രിപാഠിയും ഇതേ തരത്തിലുള്ള അറിയിപ്പ് നേരത്തെ നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറും കുവൈറ്റിലെ ഇന്ത്യൻ എംബസി സേവനം പ്രവാസികൾക്ക് ഉറപ്പാക്കുമെന്ന് പരിമിത ത്രിപാഠിയും പറയുന്നുണ്ട്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. കുവൈറ്റിൽ നിന്നാണ് ഇങ്ങനെയൊരു വിവരം വരുന്നത്. സ്വദേശിയല്ല. ഇപ്പോൾ ഒരു 11 വയസ്സുകാരിയുടെ മരണമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. കുടുംബത്തിലുള്ള മറ്റുള്ളവർ ചികിത്സയിലും ഇപ്പോൾ തുടരുകയാണ്.